കാലത്ത് തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കട്ടൻ ചായയും വെച്ച് മഴയും നോക്കിയിരുന്നു. അതിനുശേഷം വേഗം ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ചേട്ടന് കാലത്ത് കഴിക്കാനായിട്ട് നേന്ത്രപ്പഴം പുഴുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഏട്ടാ അതും കഴിച്ചതേ കമ്പനിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാലത്തോട്ട് നമുക്ക് കഴിക്കാനായിട്ട് ചോറും അവരയ്ക്ക് ഉരുളക്കിഴങ്ങും കൂടിയിട്ട് തോരനും വെച്ചിട്ടുണ്ട്, രസമുണ്ട്, പിന്നെ കുറച്ച് നമുക്ക് നാരങ്ങാച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം ചോറൊക്കെ ഒന്ന് വാർക്കാനായിട്ട് വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതും കിച്ചു ഇത്ര നേരമായിട്ട് എണീറ്റിട്ടില്ല, ഇനി അവർ രണ്ടുപേരെയും കൂടെ എണീപ്പിക്കണം കേട്ടോ. അപ്പോൾ വേഗം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിച്ചു നേരത്തെ ഉറങ്ങി എണീറ്റിട്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. പോയി നോക്കുമ്പോൾ അവൻ്റെ വണ്ടിയും കാറൊക്കെ എടുത്തിട്ട് ഇരുന്ന് ഓട്ടിക്കളിക്കലായിരുന്നു കേട്ടോ കാലത്ത് എണീറ്റതും. പിന്നെ ഞാൻ വേഗം ചെന്ന് നമ്മുടെ അതുവിനെയും കൂടെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതും എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തുണിയും കൂടി അലക്കാനുണ്ടായിരുന്നു. ഞാൻ വേഗം വാഷിംഗ് മെഷീനൊക്കെ എടുത്ത്, നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പ്രത്യേകിച്ച് സ്പേസ് ഇല്ലാത്തതുകൊണ്ടെങ്കിൽ ഞാൻ വേഗം ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് തുണി അലക്കാൻ കഴുകാനിടാനെന്നുള്ളതാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കഴുകാനൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പേർക്കും കൂടിയിട്ട് പേസ്റ്റും ബ്രഷൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ രണ്ടുപേരും കൂടി ചെന്ന് ബാക്കിലിരുന്ന് പല്ല് തേപ്പാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം നമ്മൾ ബീഫ് കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചൂടാക്കി രണ്ട് പപ്പടമൊക്കെ കാച്ചി ഇപ്പോൾ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ അതുപോലെ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് നിറയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേഗം ഭക്ഷണമൊക്കെ ഞാൻ അവർക്ക് വേണ്ടതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും രണ്ടുപേരും പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കുളിച്ച് വരുമ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ഇതായിരുന്നു സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എല്ലാം റെഡിയാക്കി അതും കിച്ചണൊക്കെ ആയിട്ടുള്ളതെല്ലാം കൊണ്ട് ഹാളിൽ കൊണ്ട് വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. ഞാനും അവരുടെ കൂടെ തന്നെ മിക്കവാറും ടൈമിൽ ഇരുന്ന് കഴിക്കാറുണ്ട് കാലത്ത് തന്നെ. അപ്പോൾ ഞാൻ വേഗം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ ശേഷം അതിനെ കൊണ്ട് ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം വിരിച്ച് വന്ന് അപ്പോഴേക്ക് കുറച്ചുകൂടി സമയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം തന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്തു. അപ്പോൾ അതിനെ കൊണ്ടുവിടാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി സമയം വൈകി കേട്ടോ. വീട്ടിലെ പണി അത് പോകുമ്പോഴേക്കും തീർക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും കിച്ചുവിന് ചെരുപ്പൊക്കെ ഞാനും കിച്ചുവും അതും കൂടി ഇറങ്ങുമ്പോഴത്തേക്കും ഓട്ടോ വന്ന് അവിടെ നിന്ന് ഹോൺ അടിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ വീടെത്തി.